1 മന്ത് ഇൻ ദുബായ് വീഡിയോ ഇട്ട സമയത്ത് ആഡ് ചെയ്യാൻ മറന്നുപോയ ഒരു പാർട്ടാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ പോണ ആ ഒരു ദിവസമാണ്. അപ്പം ഞാൻ എന്താ എൻ്റെ ഫിറ്റ് ചെക്ക് കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുവാണ് ഈ കാണുന്നത്. പക്ഷേ എന്താ പറയുക, എവിടെ ഇരുന്നിട്ടും എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാൻ പറ്റുന്നില്ല. എനിക്കെന്തോ ഈ ഷർട്ടും പാൻറ്റും ആയിട്ട് ആ ഷൂസും എല്ലാം കൂടെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് കാണിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറ്റുന്നില്ല ഗൈസ്. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഹാഫ് മാത്രം കാണിച്ച് അങ്ങ് മടങ്ങുവാണ്. പിന്നെ വണ്ടി കയറിയപ്പോൾ കറക്റ്റ് ഗോൾഡൻ അവർ. അപ്പോൾ ഗോൾഡൻ അവറിൽ കുറച്ച് ടിഷ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ബ്രൗൺ ഗേൾസ് ലുക്ക് ഗോൾഡൻ ഇൻ ഗോൾഡൻ അവർ, അല്ലെങ്കിൽ അണ്ടർ സൺലൈറ്റ് അല്ലേ, തോന്നിയിട്ടില്ലേ അത്? അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇനി ഫേമസ് അട്രാക്ഷൻസിൽ എൻ്റെ ഓർമ്മയിൽ നമ്മൾ ഇനി ഫ്രെയിമും കൂടി കയറാനുള്ളൂ. പക്ഷേ ഫ്രെയിം കയറാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അച്ഛനമ്മയും തിരിച്ചുപോയി. മേ ബി നെക്സ്റ്റ് ടൈം. അങ്ങനെ നമ്മളിതാ ഫ്യൂച്ചർ മ്യൂസിയം എത്താറായിട്ടോ. ഈ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കയറുമ്പോഴേക്കും ഒരു പീക്കോക്ക് ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടെ പീക്കോക്സിനെ കണ്ടത്, കൂടുതലും മെയിൽ പീക്കോക്സിനെയാണ് കണ്ടത്. പക്ഷേ അതെനിക്കെന്തോ ഒരു കുഞ്ഞ് ഷോക്ക് പോലെയായിരുന്നു. പെട്ടെന്ന് കുറേ പീക്കോക്കുകൾ അവിടെ ഇവിടെ കൂടി കിടക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫ്രെയിമല്ല, ഫ്യൂച്ചർ മ്യൂസിയത്തിലെത്തി. നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ. കാരണം മുകളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. സോ ആൻഡ് ദ ടിക്കറ്റ് വാസ് ബിറ്റ് എക്സ്പെൻസീവ്. ഓൾസോ ഇവർക്ക് അങ്ങനെ എന്തോ കയറാനും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാനായിട്ട് ഒറ്റയ്ക്ക് എന്തിനാണ് കയറി വരുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോയി. ആൻഡ് എത്തിയത് ഏതോ ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നാട്ടിലേക്ക് പോകാനുള്ള കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ കുപ്പി കണ്ടു ഗൈസ്. ഇവിടെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ എൻ്റെ വാട്ടർ ബോട്ടിൽ എനിക്ക് നെസ്റ്റ് മേടിച്ചു. അതിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ സ്റ്റിക്കറും സാധനങ്ങളൊന്നുമില്ല. ആൻഡ് ഇതും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടില്ലേ? എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഞാൻ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാനായിട്ടൊരു പില്ലോ വാങ്ങി. ഒരു സെക്കൻഡറി പില്ലോ എനിക്ക് കിട്ടിപ്പിടിച്ച് കിടക്കേ. അപ്പോൾ അത് ഞാൻ എടുത്തത് സിൻഡ്രല്ലയുടെ ഹൈപ്പോയി ഇതല്ല, മനഃപൂർവ്വം അതെടുത്തത്. അപ്പോൾ അതിനുള്ള കളിയാക്കലായിരുന്നു അവിടെ. Guys, see these cute items. The inner child in me is so happy right now. Look. ഇതെല്ലാം വേണം. ഞാനൊരു അരമണിക്കൂറെങ്കിലും ആ കീച്ചെയിൻ്റെ സെക്ഷനിൽ അവിടെ നിന്നിട്ടുണ്ടാവും. എന്നിട്ട് ഒരെണ്ണം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടങ്ങ് പോന്നു. ആൻഡ് ഓൾസോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിശക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു പിസ്സ സ്ലൈസും കൂടെ വാങ്ങിയിട്ട് കഴിച്ചിട്ട് ഞങ്ങളതേ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, ആഡ് ചെയ്യാൻ വേണ്ടി മിസ് ചെയ്തൊരു പാർട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. എന്തോ എനിക്കത് വിട്ട് കളയാൻ തോന്നിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.